തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ ഉപകരണ വിവാദത്തിൽ സർക്കാരും ഡോക്ടർ ഹാരിസ് ഹസനും ഒത്തുതീർപ്പിലേക്ക്. ശസ്ത്രക്രിയാ ഉപകരണം കാണാനില്ല എന്ന ആരോപണത്തിൽ ഡോക്ടർ ഹാരിസ് ഹസനെതിരെ നടപടി ഉണ്ടായേക്കില്ല. ആരോഗ്യമന്ത്രി നേരിട്ടെത്തി കണ്ടെന്നും കൂടുതൽ പ്രതികരണത്തിനില്ല എന്നും ഡോക്ടർ ഹാരിസ് ഹസൻ ഇന്ന് പറഞ്ഞു. മാഡത്തിന് അത് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അത് എന്തോ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. അത് സാങ്ഷനാക്കി നെഫ്രോസ്കോപ്പ് വാങ്ങിച്ചു തന്നു. ESWL ഉടനെ തന്നെ വരും എന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. എന്നെ അവരെ കൊണ്ടുപോവുകയോ തെളിവെടുപ്പ് നടത്തുകയോ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയോ ഒന്നും ചെയ്യില്ല. വൈകുന്നേരം ഇത് അവർ കൺക്ലൂഡ് ചെയ്യാനുള്ള സമയത്ത് ഇങ്ങനെ അവർ കാഷ്വലായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ എന്താ പറഞ്ഞാൽ ഇവരുടെ സുഹൃത്തുക്കളാണ്. അപ്പോൾ അങ്ങനെ അവർ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു അവിടെ എന്തോ ഈ ഉപകരണത്തിൻ്റെ എന്തോ ഒരു സാധനം കാണാതെ പോയെന്ന് കാണുന്നില്ല എന്ന് ആരോ പറഞ്ഞു എന്ന് പറഞ്ഞ് പറഞ്ഞാൽ ഒരുപക്ഷെ ശരിയായിരിക്കും, നമുക്ക് നോക്കിയെടുക്കാം. കാരണം അത് നമുക്ക് ഒരുപാട് ഉപകരണങ്ങൾ അവിടെ ഉണ്ട്. പലതിൻ്റെ സാധനങ്ങൾ പല ഭാഗത്താണ് വെച്ചിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിലൊന്നും ആർക്കും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. വിവാദത്തിൽ മറുപടിയുമായി DME ഡോക്ടർ വിശ്വനാഥും രംഗത്തെത്തി. സൂപ്രണ്ടിനെയും പ്രിൻസിപ്പലിനെയും വിളിച്ചത് ഞാൻ തന്നെയാണ്. കാര്യം ഒരുപാട് ക്വസ്റ്റ്യൻസ് അവർ ഫേസ് ചെയ്യുന്നത് അവർക്കും തന്നെ ഒരു സ്ട്രെസ്സായിരുന്നു. അവർ ഒരു ക്ലിനീഷ്യൻസാണ്, അവർ ഡോക്ടേഴ്സാണ്, അവർ മീഡിയനൊക്കെ ആദ്യമായിട്ടാണ് അവർ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളുള്ളതുകൊണ്ട് ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ എൻക്വയറി റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി, വേറെ ഒന്നും നിങ്ങൾ പറയണ്ട എന്ന് മാത്രം ഞാൻ പറയാൻ വേണ്ടി അവരെ രണ്ടുപേരും വിളിച്ചു. ഞാൻ തന്നെയാണ് വിളിച്ചത്, കുരുക്കാനല്ല ആ വാർത്താ സമ്മേളനം. അത് ഇന്ന് ഡോക്ടർ ഹാരിസ് ഇന്ന് രാവിലെ പറഞ്ഞല്ലോ. ഞാൻ ഹാരിസ് ഡോക്ടറെ പോയി കണ്ടിരുന്നു. ഹാരിസ് ഡോക്ടറിൻ്റെ അടുത്ത് സമാധാനമായിട്ടിരിക്കാനാണ് പറഞ്ഞത്. ഈ കാര്യങ്ങളിലൊന്നും ഹാരിസ് ഡോക്ടർ ടെൻഷൻ അടിക്കണ്ട എന്ന് പറയാൻ തന്നെയാണ് ഞാൻ അദ്ദേഹത്തിനെ പോയി കണ്ടത്. റിപ്പോർട്ട് ഞാൻ സമർപ്പിച്ച സ്ഥിതിക്ക് അതിലെല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട് വ്യക്തമായിട്ട്. റിപ്പോർട്ട് ഞാൻ പറഞ്ഞല്ലോ, റിപ്പോർട്ടിലുള്ള ഉള്ളടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ എനിക്കിപ്പോൾ വെളിപ്പെടുത്താൻ താല്പര്യമില്ല. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല. ഒന്നും പറയാനില്ല, ഒന്നും കണ്ടിട്ട് ഇല്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പറയാനുള്ളപ്പോൾ ഞാൻ അറിയിക്കാം. അതേസമയം ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് KGM-CTA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ റോസ്നാര ബീഗം പറഞ്ഞു. ഫർദർ എൻക്വയറി ഇതിൽ ആവശ്യമില്ല. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന എൻക്വയറിയിൽ അദ്ദേഹം സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നതാണ്, വിശദീകരണം നൽകും. ആ വിശദീകരണം കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെയുള്ള നടപടികളിൽ നിന്ന് സർക്കാർ പിന്മാറണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. അപ്പോൾ KGM-CTA ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെന്നും അതിനുള്ളൊരു സമയം അറിയിക്കാമെന്നും ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ ഹാരിസിൻ്റെ പ്രസൻസിൽ വേണം മീറ്റിംഗ് എന്നുള്ളത് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഡിസ്കസ് ചെയ്തിട്ട് അറിയിക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിന് പറയാനുള്ളതും കേൾക്കണമല്ലോ. വിവാദങ്ങൾക്കിടെ 5 ദിവസത്തെ അവധിക്ക് ശേഷം ഡോക്ടർ ഹാരിസ് ഹസൻ ഇന്ന് ജോലിയിൽ തിരികെ പ്രവേശിച്ചു. റിനു ശ്രീധറാണ് വിശദാംശങ്ങളുമായി Super 4 തത്സമയം ചേരുന്നത്. റിനു, ഇതിപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. ഇന്നത്തെ പ്രതികരണങ്ങൾ കാണുമ്പോൾ, ഡോക്ടറുടേതുൾപ്പെടെ പ്രതികരണങ്ങൾ കാണുമ്പോൾ അതെല്ലാം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു, സമവായത്തിലേക്ക് പോവുകയാണ്. ഒരുപക്ഷെ ചട്ടലംഘനം നടത്തിയതിന് അത് അദ്ദേഹവും സമ്മതിക്കുന്നുണ്ട്, ഡോക്ടറും സമ്മതിക്കുന്നുണ്ട്. അതിന് എന്തെങ്കിലും നടപടി ഉണ്ടാകാം, അതിനപ്പുറത്തേക്ക് നടപടികൾക്കൊന്നും സാധ്യതയില്ല എന്ന് തന്നെയാണോ? സമവായത്തിലെത്തിയോ എല്ലാം? അനുജ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണ വിവാദം സംസ്ഥാന സർക്കാരിനെയും പ്രത്യേകിച്ച് ആരോഗ്യ വകുപ്പിനെയും മുൾമുനയിൽ നിർത്തിയിരുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി. പക്ഷേ ആ ഒരു വിവാദം അന്തിമമാകുന്നു, ഒരു സമവായത്തിലേക്ക് എത്തുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയാം. അതിലേക്കാണ് ഇപ്പോൾ വരുന്നതും. അതായത് ഇന്നിപ്പോൾ രാവിലെ തന്നെ മാധ്യമങ്ങളെ കണ്ട് ഡോക്ടർ ഹാരിസ് പറഞ്ഞത് വലിയ രീതിയിലുള്ള വിവാദങ്ങളിലേക്കൊന്നും തന്നെ പോകാൻ ഇല്ല എന്നുള്ള ഒരു കാര്യമാണ്. മന്ത്രി ഒരു തരത്തിലും ഒരു വിവാദ പരാമർശങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല. പക്ഷേ ചില കാര്യങ്ങൾ അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. ഈ അന്വേഷണത്തിന്റെ ഭാഗമായി തൻ്റെ റൂമിൽ അതിക്രമിച്ചു കടന്നു. കാരണം ഒരു അന്വേഷണം നടത്തുമ്പോൾ ആ വകുപ്പ് മേധാവിയായ തൻ്റെ കൂടി സാന്നിധ്യത്തിലായിരിക്കണം ആ ഒരു പരിശോധന. ആ പരിശോധന നടത്തുവാൻ തന്നെ സമീപിച്ചാൽ അല്ലെങ്കിൽ തനിക്കൊപ്പമല്ല, ഒപ്പം ഈ റൂമെല്ലാം തന്നെ താഴ്ത്തു പൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതൊക്കെ എന്തിന് എന്നുള്ളൊരു ചോദ്യം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒപ്പം ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആശുപത്രിയിലാണ്. അതുകൊണ്ട് തന്നെ നേരിട്ട് തൻ്റെ അടുത്തെത്തി ഇക്കാര്യങ്ങളെല്ലാം തന്നെ സംസാരിച്ചു, തന്നെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി എന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ആ ഒരു പരാമർശത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ്, ഇതൊരു സമവായത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഒപ്പം ഈ മെഡിക്കൽ കോളേജ് അധ്യാപക സംഘടന കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെടുന്നു. കാരണം ഇന്നലെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഉൾപ്പെടെ ഉള്ളവർ, പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങളെ കണ്ട് ഹാരിസ് ഹസനെ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ സംഘടനയ്ക്ക് അദ്ദേഹം ഒരു കുറിപ്പ് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ കൈമാറുന്നു. അതിൽ തന്നെ സഹായിക്കണം, രക്ഷിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടിയാണ് ആ കുറിപ്പിലുണ്ടായിരുന്നത്. തുടർന്നാണ് ഈ സംഘടന ഇടപെടുന്നത്.
ബന്ധപ്പെടുന്നതും ആരോഗ്യ വകുപ്പ് മന്ത്രിയുമായി ചർച്ച നടത്തുകയും ചെയ്ത ഒരു തരത്തിലുള്ള നടപടിയും അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട റിനു, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിനൊരു ആശങ്കയുണ്ടായിരുന്നു ഈ മുറി മറ്റൊരു താഴിട്ട് പൂട്ടി എന്നുള്ളതിലൊക്കെ എന്തെങ്കിലും ക്രമക്കേടുകൾ ഇവിടെ നടക്കുമോ എന്നൊക്കെ തനിക്ക് സംശയമുണ്ട് എന്നുള്ള ആശങ്കയൊക്കെ അദ്ദേഹം ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ പങ്കുവച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹം അതെല്ലാം ഒഴിഞ്ഞ് വളരെ ശാന്തമായി സംസാരിക്കുന്നതാണ് നമ്മൾ ഇന്ന് രാവിലെ കാണുന്നത്. ആരോഗ്യമന്ത്രിയുടെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് നേരിട്ട് തന്നെ എന്നല്ലേ നമ്മൾ അറിയേണ്ടത്? തീർച്ചയായും അദ്ദേഹം ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ആശുപത്രിയിലെത്തി മന്ത്രി വീണ ജോർജ് അദ്ദേഹവുമായി സംസാരിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പരസ്യമായി പറഞ്ഞത്. കൃത്യമായി തന്നെ ഈ കാര്യത്തിൽ ഒരു സമവായത്തിലേക്ക് പോയി എന്നുള്ളതാണ്. ഇത്തരം ചില വിവാദങ്ങൾ സംസ്ഥാന സർക്കാരിനെ തന്നെ വലിയ രീതിയിൽ അവതാളത്തിലാക്കി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്തായാലും അവസാന സമവായത്തിലേക്ക് എത്തുമ്പോൾ ഒരു തരത്തിലുള്ള നടപടിയും അദ്ദേഹത്തിനെതിരെ ഉണ്ടാകില്ല എന്നുള്ള ഒരു ഉറപ്പുകൂടി മന്ത്രി നൽകി എന്നുള്ളതാണ് ഈ സംഘടന പറയുന്നത്, അധ്യാപക സംഘടന പറയുന്നത്. ഒപ്പം മന്ത്രിയുമായി ചർച്ചയ്ക്ക് ഒരു സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഹാരിസ് ഹസന്റെ തന്നെ സാന്നിധ്യത്തിൽ മന്ത്രിയുമായി ഒരു ചർച്ച നടത്താൻ അത് അറിയിക്കാമെന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞതെന്നും സംഘടനാ പ്രതിനിധികൾ മാധ്യമങ്ങളോട് അറിയിച്ചിട്ടുള്ളത്. ഒപ്പം എന്തായാലും ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് DME സർക്കാരിന് കൈമാറിയിട്ടുണ്ട്, ആരോഗ്യവകുപ്പിന് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അദ്ദേഹം അത് സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ ഒരു തരത്തിൽ ഈ റിപ്പോർട്ടിലുള്ള പരാമർശം അദ്ദേഹം പറയുവാൻ വേണ്ടി തയ്യാറായില്ല. എന്തായാലും അന്വേഷണ റിപ്പോർട്ട് പൂർത്തിയാക്കി അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നൽകി എന്നുള്ളതാണ് DMEയും മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞത്. എന്തായാലും ഈ ചട്ടലംഘനം സമ്മതിക്കുന്നുണ്ട് ഹാരിസ് ഹസൻ. ഈ ചട്ടലംഘനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു. അത് ഏതെങ്കിലും തരത്തിൽ വലിയ ഒരു ഇതിലേക്ക് പോകാതെ, നടപടികളിലേക്ക് പോകാതെ ഒരു ശാസനയിൽ ഒതുക്കുവാൻ വേണ്ടിയായിരിക്കും. ഇല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വിവാദത്തിലേക്ക് വീണ്ടും ഈ വിഷയം പോകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അനുജ, എന്തായാലും ഈ ഉപകരണ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദമാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി. പക്ഷേ ഇപ്പോഴും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇതിൽ അദ്ദേഹം പറഞ്ഞു വന്ന കാര്യം എന്താണ്? ഇത് രോഗികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, ചില പരിമിതികളുണ്ട്, ഉപകരണങ്ങളുടെ ക്ഷാമമുണ്ട്, ശസ്ത്രക്രിയകൾ മുടങ്ങുന്ന സാഹചര്യം, അതിനെന്ത് പരിഹാരമാണ് കാണുന്നത് എന്ന ചോദ്യം, അതിനെന്താണ് കൃത്യമായൊരു ഉത്തരം കിട്ടിയിട്ടുണ്ടോ? ഇന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ചില പ്രോബുകളൊക്കെ അങ്ങോട്ടേക്ക് കൂടുതൽ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിനു മുൻപൊക്കെ ഉണ്ടായ വിഷയങ്ങളിൽ തൻ്റെ ഒരു ഇടപെടൽ അത് സർക്കാരിലേക്ക് എത്താത്തതാകാം ഇങ്ങനെ ഒരു പ്രതിസന്ധിക്കിടയാക്കിയത്. പക്ഷേ ഇപ്പോൾ അതിനൊക്കെ പരിഹാരമാകുന്നു എന്നൊരു സൂചന അതിലുണ്ടോ? ആ വിഷയമാണല്ലോ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. തീർച്ചയായും. കാരണം ഈ ഒരു വിവാദം ഉയർന്നു വന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് സന്ദേശം പുറത്തു വരുന്നൊരു സാഹചര്യത്തിൽ മാധ്യമങ്ങൾ ഈ വാർത്ത ഏറ്റെടുക്കുന്നു. അതിനുശേഷം മാസങ്ങളായി വരാത്ത ഉപകരണങ്ങളൊക്കെ തന്നെ ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ ഈ ആശുപത്രിയിലേക്ക് വന്നത് നമ്മൾ കണ്ടതാണ്. മന്ത്രി വീണ ജോർജ് തന്നെ ഉറപ്പ് നൽകിയിട്ടുണ്ട് കൂടുതൽ ഉപകരണങ്ങൾ ആശുപത്രിയിലേക്ക് എത്തിക്കും എന്നുള്ളത്. അത് അക്കാര്യം ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അത് പറയുകയും ചെയ്തു. ഈ മൊഴ്സലോസ്കോപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ഒരു വിവാദമാണ് ഉയർന്നു വന്നത്. പലതരത്തിലുള്ള ഉപകരണങ്ങൾ അവിടെ ലഭ്യമാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഓപ്പറേഷൻ ഉൾപ്പെടെ നടക്കാതെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പരസ്യമായി രംഗത്തെത്തി പറഞ്ഞത്, മാധ്യമങ്ങളോടക്കം പറഞ്ഞത്. പക്ഷേ ക്രൂരമായിട്ടുള്ള ഒരു എതിർപ്പ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു എന്നുള്ളതാണ്. ഒരു സിസ്റ്റം മുഴുവനും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. അദ്ദേഹം കണ്ണീരോടുകൂടിയാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. കാരണം അദ്ദേഹത്തെ ഒരു മോഷ്ടാവായി ചിത്രീകരിക്കുന്നുള്ള ഒരു നടപടികളിലേക്ക് ഉൾപ്പെടെ പോയി എന്നുള്ളത് നമുക്കറിയാം. മന്ത്രി ഉൾപ്പെടെ അത് സ്ഥിരീകരിച്ച് അല്ലെങ്കിൽ അത്തരമൊരു അഭിപ്രായം പറഞ്ഞ് രംഗത്തേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതെല്ലാം തന്നെ മാനസികമായി അദ്ദേഹത്തെ തളർത്തി എന്നുള്ളതിൽ സംശയമില്ല. അന്നാണ് അദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിൽ കരഞ്ഞുകൊണ്ട് പ്രതികരിക്കുകയും ചെയ്തത്. എന്തായാലും അവസാനം ഈ വിവാദം അവസാനിപ്പിക്കുവാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു സമവായത്തിലേക്ക് എത്തുന്നത്. മന്ത്രി നേരിട്ട് തന്നെ ഇദ്ദേഹത്തെ കാണുകയും ഇക്കാര്യങ്ങളെല്ലാം തന്നെ ബോധ്യപ്പെടുത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ ഉപകരണ വിവാദം. അത് കെട്ടടങ്ങുകയാണ് വിവാദം. ഒപ്പം തന്നെ അദ്ദേഹം ഉയർത്തിയ ചില കാര്യങ്ങൾ, അതിൽ പരിഹാരമുണ്ടാകും എന്ന സൂചന കൂടി പുറത്തു വരുന്നുണ്ട്.